ഹലോ മൈഡിയേഴ്സ്, ഈ അടുത്ത കാലത്തെ കുറെ പേർ നേരിടുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ ലിപ്പിന്റെ കളർ ചേഞ്ച്. ലിപ്പിന്റെ കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആവുക, ലിപ്പ് അതായത് ഈ ഒരു താഴ്ഭാഗം ഇത്ര ഭാഗം ബ്ലാക്ക് കളർ ആകുക, അല്ലെങ്കിൽ കുഞ്ഞ് സ്പോട്ട് ബ്ലാക്ക് സ്പോട്ട് വരിക, അലർജി പോലെ കുരുകുരു പോലെ വന്നിട്ട് ഒരു വൃത്തികെട്ട രീതിയിലാവുക. അങ്ങനെ പല രീതിയിലാണ് ലിപ്പിന്റെ ഒരു കളർ ചേഞ്ച് ഈ അടുത്ത കാലത്തായി ഒരുപാട് പേരിൽ വരുന്നുണ്ട്. അപ്പൊ എന്താണ്, ചിലർക്കത് ലിപ്സ്റ്റിക്കിന്റെ അലർജി എന്ന് പറയുന്നുണ്ട്, ചിലർക്ക് മരുന്ന് കഴിച്ചതിന്റെ അലർജി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പല കാരണങ്ങളാണ് ഈ ലിപ്പിന്റെ മാറ്റം. പിന്നെ അതുപോലെ സൂര്യപ്രകാശം, നമ്മുടെ ഈ ഭയങ്കര വേനൽക്കാലത്തെ പിന്നെ വേനൽ കൊണ്ട്, അതായത് ഈ ചൂട് കൊണ്ടും ഇങ്ങനെ ഒരു ലിപ്പിൽ കറുപ്പ് വരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും യഥാർത്ഥ കാരണം എന്താ എന്നുള്ളത് കൺഫേം അല്ല. എല്ലാവർക്കും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ മരുന്ന് കഴിച്ചായിരുന്നു, അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടായിരുന്നു അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്താ പറയാ, അപ്പോൾ ഈ ലിപ്പിലുള്ള മാറ്റങ്ങൾ ശരിക്കും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഉള്ളിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരിക്കും നമ്മുടെ പുറമേയുള്ള ചുണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുൾ ആകേണ്ട ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ചുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ചുണ്ടിൽ എന്തെങ്കിലും ഇതുപോലെ അലർജി ആയിട്ടോ ഇതുപോലെ ബ്ലാക്ക് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മളൊരു സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കാണുന്നതായിരിക്കും. അപ്പൊ ഒരുപാട് പേരും ചുണ്ടിലല്ലേ അതങ്ങ് പോകും, പിന്നെ ബ്ലാക്ക് അല്ലേ കുഴപ്പമില്ല പൊക്കോൾ എന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പിന്നെ ഒരുപാട് പേരുടെ സജഷൻസ് സ്വീകരിക്കുന്നവരുണ്ട്, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്, ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നമുക്ക് ചുണ്ടിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് അത് ഡോക്ടറെ കാണുകയോ ടെസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് സേഫ് എന്ന് പറയുന്നത്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് മെലാലുമിൻ, ഇത് ധാരാളം ആൾക്കാർ വാങ്ങി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ചാപ്റ്റെക്സും അതുപോലെ മെലാലുമിൻ ലിപ് ലൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെലാലുമിനൊക്കെ സാധാരണ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊക്കെയാണ് പോകുന്നത്. ഞാൻ പ്രിസ്ക്രിപ്ഷൻസിലൊക്കെ കാണാറുണ്ട് ഈ മെലാലുമിൻ എന്ന് പറയുന്ന ലിപ് ലൈറ്റർ. അപ്പം സെൽഫായിട്ട് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സൈഡ് എഫക്ട് കാര്യങ്ങളൊന്നും വന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ചാപ്റ്റെക്സും ഇതുപോലെ ലിപ്പിന്റെ ഒരു ബ്ലാക്ക് കളർ, ലിപ്പിന്റെ അലർജി കാര്യങ്ങൾ. ഈ ചാപ്റ്റെക്സിലാണെങ്കിൽ SPF 15 ഉള്ളതാണ്, SPF ഉള്ളതാണ്. ഇപ്പൊ നമ്മുടെ ചുണ്ട് ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിലും അവിടെ പുരട്ടാന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ബ്ലാക്ക് ആയിട്ടുള്ള പിന്നെ ഭാഗങ്ങളിൽ ഉപയോഗിക്കാം. പിന്നെ പാരബൻ ഫ്രീ ആണ്. ചാപ്റ്റെക്സിന് കൂടി ഡെർമാറ്റോളജിക്കലി ടെസ്റ്റഡ് ഒക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും ചാപ്റ്റെക്സ് ഒക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെയാണ് പോവാറുള്ളത് എന്നുള്ളതാണ്. പിന്നെ മെലാലുമിനെ സംബന്ധിച്ചിടത്തോളം ബ്രോക്കൺ ആയിട്ടുള്ള മുറിഞ്ഞിരിക്കുന്ന ഭാഗത്ത് പുരട്ടാനേ പാടില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ വളരെയധികം അലർജി ആയിട്ടൊക്കെ പൊട്ടിയൊക്കെ ഇരിക്കുവാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് മെലാലുമിനൊന്നും പുരട്ടരുത്. പിന്നെ അപ്പൊ നിങ്ങളിപ്പോ ഇൻ കേസ് ഇതിനെക്കുറിച്ച് ഇത് നന്നായി പോകാറുള്ള ഒരുപാട് പേര് വാങ്ങാറുണ്ട്, ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് നോർമലി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാനായിട്ട് വാങ്ങുവാണെങ്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, അന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഓക്കെ, ഇതുപോലെയുള്ള ലിപ്പിൽ വരുന്ന കളർ ചേഞ്ച് മാക്സിമം നിങ്ങൾ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ശരി, ഓക്കെ.